ഹലോ ഫ്രണ്ട്സ്, ഇന്ന് കാൽനട യാത്രയാണ്. ഇവിടെ അടുത്ത് ബസ് കയറണം. ബസ് സ്റ്റോപ്പിലേക്ക് വൈഫ് വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഞങ്ങളൊരു ഇലക്ട്രിക് ബൈക്ക് ബുക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഡെലിവറി ഇന്നാണ്. ഓലയുടെ S1X കൊണ്ടുള്ള ബൈക്ക് കഴിഞ്ഞ മാസം 25-ാം തീയതി ബുക്ക് ചെയ്തതാണ്. അപ്പോൾ ഇന്നൊക്കെയാണ് ഡെലിവറി വന്നേക്കണത്. അപ്പോൾ എടുക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ പോവുകയാണ്. ഞാൻ ബസ് സ്റ്റോപ്പിലേക്ക് നടക്കുന്നു. ഞങ്ങൾ ബസ് സ്റ്റോപ്പിലേക്ക് വരും. ഒരുമിച്ച് ബസ്സിന് പോകും. ഓക്കെ, ഇവിടെ നിന്ന് കാണാം. വരാട്ടാ. ഓരോ ഷോറൂമിലെത്തി. ഇപ്പോൾ വലിയ ഷോറൂമൊന്നുമല്ല, ചെറിയൊരു ഇതാണ് തുടങ്ങിയിട്ടുള്ളൂ. ഇവിടെ കൊടുക്കില്ലൂർ പുള്ളിക്കാർ ഭയങ്കര എക്സൈറ്റ്മെൻറ്റിലാണ്. ഇതിൻ്റെ കവർ ഫുള്ള് കളയണം കേട്ടോ. ഇതിൻ്റെ ഉള്ളിൽ ഫാനുണ്ട്. അപ്പോൾ ഓവർ ഹീറ്റായിട്ട് കത്തിക്കൊണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നെ എക്സ്റ്റൻഷൻ ബോർഡിൽ കുത്താൻ പാടില്ല. ബോർഡിൽ കുത്തിക്കഴിഞ്ഞാൽ ഇത് കത്തിപ്പോയി മാറി ഡയറക്റ്റ് ഒന്നും നോർമൽ പ്ലഗിൽ അല്ലെങ്കിൽ വേറെ ഉച്ചയ്ക്ക് ചെയ്യണ പ്ലഗിലാണ് കുത്താം. മറ്റേ എക്സ്റ്റൻഷൻ്റെ ആഫ്റ്റർ മാർക്കറ്റ് നമുക്ക് കടയിൽ നിന്ന് മേടിക്കില്ല. ഓക്കെ. ഡയറക്റ്റ് പ്ലഗിൽ കുത്തണോണ്ട് കുഴപ്പമില്ല. ഡയറക്റ്റ് പ്ലഗിൽ പിന്നെ 33% ചാർജ് ഉള്ളൂ. വണ്ടിയിൽ 44 കിലോമീറ്റർ നോർമൽ മോഡിൽ. വണ്ടി സ്റ്റാർട്ട് ചെയ്യണത് ബ്രേക്ക് പിടിക്കുക, പവർ ബട്ടൺ പ്രസ് ചെയ്യുക, നോർമലായി. ഇതാണ്. പിന്നെ എക്കോ മോഡിൽ റേഞ്ച് ചെയ്യുക. അതേപോലെ സ്പോർട്ടിൽ അതിനനുസരിച്ച് ചെയ്യുക. മോഡ് നമ്മൾ മാറണമെങ്കിൽ പിന്നെ ഇത് റിവേഴ്സ് ക്രൂസ് കൺട്രോൾ അറിയാലോ. റിവേഴ്സ് ഇട്ടാൽ ഓപ്പോസിറ്റ് ആണ് തിരിക്കുന്നത്. ഓപ്പോസിറ്റ് തിരിച്ചാൽ വണ്ടി ഇത് പോകും. പിന്നെ അത് മാറ്റണമെങ്കിൽ ഒന്നുകൂടി പ്രസ് ചെയ്യാം. ഇതാണ് ഇതിൻ്റെ ഡീറ്റെയിൽസ് ഉള്ളത്. പിന്നെ ഒരു ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യാനുണ്ട്. അവിടെ നിർത്തിട്ടേ വീഡിയോ എടുക്കാം. അപ്പോൾ ഗൈസ്, ഇതാണ് നമ്മുടെ വണ്ടി. ഷോറൂമിൽ നിന്ന് ഇറക്കിക്കൊണ്ട് വന്ന വഴിയാണ്. വണ്ടി എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. കളറും അതിൻ്റെ ഒരു പുതിയ Gen 3-ലാണ് ഈ കളർ വരണമെന്ന് തോന്നുന്നു. മറ്റേതിലും ഞാൻ കണ്ടിട്ടില്ല. Gen 2-ലും Gen 1-ലൊന്നും കണ്ടില്ല. എങ്ങനെയുണ്ട് വണ്ടി? ഓവറോൾ സൂപ്പറാ. കേക്കട്ടെ. ബാക്കിൽ കയറാൻ ഇച്ചിരി ബുദ്ധിമുട്ട്. എന്നോട് പറഞ്ഞു ഈ പെഡലിൽ ചവിട്ടിയിട്ട് കയറിക്കോട്ടെ എന്നൊക്കെ ചോദിച്ചു. ഞാൻ പറഞ്ഞു അത് വേണ്ട, അതിൻ്റെ എത്രത്തോളം ബലമുണ്ടെന്നൊന്നും നമുക്ക് അറിഞ്ഞൂടല്ലോ. ഫസ്റ്റ് ദിവസം തന്നെ ഒരു പണി വാങ്ങണം. അപ്പം അത് കാരണം മറ്റോണം കയറാൻ പറഞ്ഞു. സ്റ്റാൻഡ് തട്ടുന്നു. ഇപ്പോൾ പാർക്കിഡാണ്. അത് ബ്രേക്ക് പിടിച്ചിട്ട് ഈ സ്വിച്ച് ഞെക്ക് അവിടെ നോർമലായി. നല്ല ഫസ്റ്റത്തെ ടെസ്റ്റ് ഡ്രൈവ്. സന്തോഷം കൊണ്ട് എനിക്കിരിക്കാൻ വയ്യേ. ഈ വണ്ടി എടുത്തിട്ട് വേണം ഞങ്ങൾക്കൊന്ന് ടൂറ് പോകാനൊക്കെ എന്നൊക്കെ പറഞ്ഞിരിക്കുകയായിരുന്നു. മൂന്നാർക്കൊക്കെ പോകണമെന്നുണ്ട്.
അതിൽ ഹൈപ്പർ ചാർജൊക്കെ എവിടെയെങ്കിലും ഉണ്ടോ എന്നൊക്കെ അന്വേഷിച്ചിട്ട് വേണം ഞങ്ങൾക്ക് പോകാനായിട്ട്. വണ്ടിയുടെ ഓവറോൾ ലുക്ക് എനിക്ക് ഇഷ്ടപ്പെട്ടു. ഇനി കുറച്ച് ഇതൊക്കെ വാങ്ങാനുണ്ട്, ആക്സസറീസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇപ്പോൾ മെയിനായിട്ട് വരുന്നത് ചെയിൻ ഡ്രൈവാണ്. ചെയിൻ ഡ്രൈവ് ഉണ്ടല്ലേ, മുമ്പത്തെ വണ്ടികൾക്കൊന്നും ചെയിൻ ഡ്രൈവ് അല്ലായിരുന്നു, ബെൽറ്റ് ഡ്രൈവ് ആയിരുന്നു. അപ്പോൾ അതിൻ്റെ കുറേ ഇഷ്യൂസൊക്കെ ഉണ്ടായിരുന്നു, ബെൽറ്റ് പൊട്ടലും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇതിന് നമുക്ക് അങ്ങനെ ഉണ്ടാവില്ല എന്ന് വിചാരിക്കാം. ഇനി ഇതിന് കുറച്ച് ഗാർഡുകൾ കാര്യങ്ങളൊക്കെ വാങ്ങണം. അപ്പോൾ അതൊക്കെ വഴിയെ നമുക്ക് എടുക്കാം. തന്നിരിക്കും റോള്. പട്ടിഷോ അല്ലല്ലോ എന്നിട്ട് പറയാം, പട്ടിറോളാ. വേറൊരു വാക്ക് പറയാറുണ്ട്, അത് വന്നു കഴിഞ്ഞാൽ പുള്ളിക്കായിരിക്കും ഇപ്പം നാണക്കേടാ, എൻ്റെ അടുത്ത് പറയാറുള്ളൂ. ഓക്കെ, നമുക്ക് തീർച്ചയാലോ കമോൺ. ഓക്കെ, അവിടെ വെച്ച് വണ്ടി എടുക്കാൻ വലിയ ഇതുണ്ടായില്ല കേട്ടോ, പേടിയൊക്കെ ആയിരുന്നു. ഇത് കഴിഞ്ഞപ്പോൾ വണ്ടി അവിടെ നോക്കിയൊന്ന് ഓടിച്ചു കഴിഞ്ഞപ്പോൾ പുള്ളിക്കാരി തന്നെ ഓടിക്കാണ്. എനിക്ക് തരാം ഓടിക്കാനൊന്ന്? വണ്ടി ഓടിക്കാൻ എങ്ങനെയുണ്ട്?